ലെജൻസ് എല്ലാവരും കൂടെ പാടി, ദേവസഭാതലം എല്ലാവരും കൂടെ പാടിയപ്പോൾ ശരസാറ്, ദാസാറ്, മാഷും കൂടെ പാടിയപ്പോൾ അതെ അതെ അതൊരു ചരിത്രമാണ്. അത് ചരിത്രം. കൈതപ്ര അഭിനയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അവര് എല്ലാവരും ഒരുമിച്ച് ചേർന്നൊരു. കൈതപ്രത്തിന്റെ ശബ്ദം മാഷിന്റെ ശബ്ദമാണ്. മാഷാണ് അതെ പാടിയിരിക്കുന്നത് അതെ അതെ, കൈതപ്രത്തിന് വേണ്ടി. കൈതപ്രത്തിന്റെ ഡബ് ശബ്ദമാണ് മാഷ്. ചെയ്തിരിക്കുന്ന മാഷാണ്. ആ ഡബ് ഓ അതാണ്. കൈതപ്രത്തിന്റെ ശബ്ദം മാഷിന്റെ ശബ്ദം ഡബ് ചെയ്തിരിക്കുന്നത്. എം ജി നന്നായിട്ട് കുട്ടൻ വളരെ മനോഹരമായിട്ടാണ് പാടിയത്. പക്ഷെ എന്തോ വെച്ചാല് അത് കുറച്ചുകൂടെ സുഖിപ്പിക്കുന്ന പാട്ടായിട്ട് പാടി. സുഖിപ്പിക്കുന്ന വരില്ല വെച്ചാൽ ഇപ്പം ഒരു ഇത് വരുമ്പോൾ ദാസേട്ടനായി കുറച്ചും ബെറ്റർ പാടണമെന്നല്ല വിചാരിക്കും. എല്ലാവരും അങ്ങനെ വിചാരിക്കും. കഥാപാത്രത്തിന് ചേരുന്നില്ല. അതെ അതെ. കഥാപാത്രത്തിന് അതല്ലല്ലോ വേണ്ടുന്നേ. മോഹൻലാലാണ് പറഞ്ഞത് രവിയേട്ടന് മാത്രമേ അതൊരു ധിക്കാരിയാണ്. അതായത് വന്നിട്ട് ഞാൻ അറിവ് കൂടിയ ആളാണ്. അതേപോലെ അത് സംഗീതത്തിൽ അങ്ങനെ ഉണ്ടല്ലോ, ഞാൻ നല്ല അറിയുന്ന ആളെന്നൊരു ഭാവം ഉണ്ടല്ലോ, സംഗീതജ്ഞന്മാരിലുണ്ടല്ലോ. അപ്പൊ ആ ഒരു ഭാവങ്ങളിലാണ് കൈതപ്രത്തിന്റെ ക്യാരക്ടർ അത് അതുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ഗമയിൽ ഇങ്ങോട്ട് വന്നിട്ട് സുഖിപ്പിച്ച് പാടാൻ പറ്റില്ല. ആ ഒരു ഗമയിലെ പാടാൻ മോഹൻലാലാണ് പറഞ്ഞത് രവിയേട്ടൻ മാറ്റേ ഈ ധിക്കാരം വരുള്ളൂ. ഒരു ധിക്കാരി പോലെ പാടുന്ന പാട്ടാണ്. മാഷിന് പൊതുവെ അങ്ങനത്തെ പേരുണ്ടായിരുന്നു ധിക്കാരി എന്നുള്ളത്. അപ്പം ലാല് പറഞ്ഞപ്പോഴാണ് അത് പിന്നെ മാഷി എന്നെ പാടിയത്.